കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി ആരംഭിച്ച പുതിയ ശമ്പള പാക്കേജിൽ അനിശ്ചിതത്വം തുടരുന്നു. ഏകദേശം 2.5 ലക്ഷം ജീവനക്കാരെ ഒഴിവാക്കിയ കോമ്പോസിറ്റ് സാലറി അക്കൗണ്ട് പുതിയ കേന്ദ്ര ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. 8ാം ശമ്പള കമ്മീഷന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി ആരംഭിച്ച പുതിയ ശമ്പള പാക്കേജിൽ ആശങ്കകൾ തുടരുകയാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ ഒഴിവാക്കിയ കോമ്പോസിറ്റ് സാലറി അക്കൗണ്ട് പുതിയ കേന്ദ്ര ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. കോമ്പോസിറ്റ് സാലറി അക്കൗണ്ടിന്റെ വ്യാപ്തി പരിമിതപ്പെടുത്തിയതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. പൊതുമേഖലാ ബാങ്കുകളുമായി ചേർന്നുകൊണ്ട് ധനകാര്യ മന്ത്രാലയം അവതരിപ്പിച്ചിട്ടുള്ള കോമ്പോസിറ്റ് സാലറി അക്കൗണ്ട് ബാങ്കിങ്, ഇൻഷുറൻസ്, വായ്പാ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്നതാണ്. എന്നാൽ 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സെൻസിറ്റീവായി തുടരുന്നതുകൊണ്ട് തന്നെ കോമ്പോസിറ്റ് സാലറി അക്കൗണ്ടിന്റെ വ്യാപ്തി പരിമിതപ്പെടുത്തിയതും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഡൽഹി സർക്കാരിലെയും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജീവനക്കാർ ഈ പാക്കേജിൽ ഉൾപ്പെടുമോ എന്നതായിരുന്നു ആശങ്ക. നിലവിൽ ഏകദേശം 5000 കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്ന ഏകദേശം 2.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കേന്ദ്ര സംവിധാനത്തിന് കീഴിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്ന് ഓൾ ഇന്ത്യ NPS എംപ്ലോയീസ് ഫെഡറേഷനും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അർഹരായ എല്ലാ ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ NPS എംപ്ലോയീസ് ഫെഡറേഷൻ ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തെഴുതുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പാക്കേജ് സാമ്പത്തിക, സാമൂഹിക, ബാങ്കിംഗ് സുരക്ഷയെ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര മന്ത്രാലയങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുതെന്നുമാണ് ആവശ്യം. ഈ പദ്ധതി 8ാം ശമ്പള കമ്മീഷനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ ഒഴിവാക്കിയതിൽ സർക്കാരിന് മുകളിൽ വലിയ സമ്മർദ്ദവും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.